കണ്ണൂരിലെ നമുക്കറിയാം നേരത്തെയൊക്കെ പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ണൂരിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. ആ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ കൂടുതൽ കിട്ടി എന്നത്, ബ്ലോക്ക് പഞ്ചായത്തിൽ കുറച്ചുകൂടി നഗരസഭയിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ഒരു മേധാവിത്വം തുടരാൻ LDF-നായി എന്നുള്ളത് മാത്രമാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യം UDF അത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ ക്ഷീണം LDF-ന് അവിടെയുണ്ട്. ചെറിയൊരു ആശ്വാസം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ക്ഷീണം അവിടെയുണ്ട്. കാരണം കോട്ട എന്ന് പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞെടുത്ത്, പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞെടുത്തൊക്കെ വലിയ മാറ്റങ്ങൾ കണ്ണൂരിൽ സംഭവിച്ചിട്ടുണ്ട്. വിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. വിജേഷ്, കണ്ണൂരിലെ ഒരു അവസ്ഥ നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ ആരുമില്ല, ഓപ്പോസിറ്റ് ആരുമില്ല, മത്സരിക്കാൻ പോലും ആരുമില്ല എന്നിടത്തു നിന്നാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ സ്ഥാനാർത്ഥി പോലും ഇല്ല, നേരിട്ട് തെരഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഇത്തവണ അതൊന്നുമല്ല. UDF കൂടുതൽ സ്ഥലങ്ങൾ, കൂടുതൽ വാർഡുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെയാണ് ജനവിധി? കേരളത്തിലാകെ ആഞ്ഞുവീശിയ ഇടതുവിരുദ്ധ തരംഗം കണ്ണൂരിൽ അത്രത്തോളം ഏശിയില്ല എന്ന് വേണം വിലയിരുത്താൻ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ അതിൽ ശ്രദ്ധേയമാകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ UDF-ന്റെ ജയമാണ്. കഴിഞ്ഞ തവണ 34 ഡിവിഷനുകളിൽ മാത്രം വിജയിച്ച UDF ഇത്തവണ അത് 36 ഉയർത്തി. NDAയ്ക്കും കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ നേട്ടമുണ്ടായി. ഒരു ഡിവിഷൻ മാത്രം വിജയിച്ച NDA ഇത്തവണ 4 ഡിവിഷനുകളിലാണ് വിജയിച്ചു കയറിയത്. 2 ഡിവിഷനുകൾ UDF-ൽ നിന്ന് പിടിച്ചെടുത്ത NDA ഒരു ഡിവിഷൻ LDF-ൽ നിന്നും സ്വന്തമാക്കി. LDF-ന് ഇത്തവണ 2 ഡിവിഷനുകൾ നഷ്ടപ്പെട്ട് അതിന്റെ സീറ്റ് നില 15ലേക്ക് താഴ്ന്നു. ഇനി ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ് കോ നിലനിർത്തി. ഒപ്പം ഉയർന്ന ഒരു ഡിവിഷൻ അത് LDF പിടിച്ചെടുത്തുകൊണ്ട് 18-7 എന്ന നിലയിൽ LDF അതിന്റെ സമഗ്രാധിപത്യം ജില്ലാ പഞ്ചായത്തിൽ പ്രകടമാക്കി. നഗരസഭകളിൽ 8 ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 5 LDF ജയിച്ചു, 3 UDF-ഉം. ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 ഉള്ളിടത്ത് 8 LDF വിജയിച്ചപ്പോൾ 2 സമാസമമാണ്. ഒരു സ്ഥാനത്ത് UDF ആണ് വിജയിച്ചു കയറിയത്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം 71-ൽ 48 LDF വിജയിച്ചപ്പോൾ 21 UDF ജയിച്ചു കയറി. അതാണ് ആകെ ഒരു ആശ്വാസം LDF-നെ സംബന്ധിച്ച്. അതാണ്